ഹലോ ഗൈസ്, അങ്ങനെ കുറെ നാളെ നമ്മള് ട്രെയിലർ റിയാക്ഷൻ ആയിട്ടൊക്കെ വന്നിട്ട്. സോ ഫസ്റ്റ് നമുക്ക് ഈ വർഷം ഫസ്റ്റ് ആയിട്ട് ട്രെയിലർ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളെ വിജയാണ് തേനായ ട്രെയിലറാണ്. ഇനി ഒരു ട്രെയിലർ വരുമെന്ന് അറിയൂടാ, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രെയിലർ. ചിലപ്പോ ഇനി കാണുമായിരിക്കും. എനിക്ക് പുള്ളിക്കാരി ഒരു ബ്രേക്ക് എടുത്ത് പോകാനാണ് വിശ്വസിക്കാൻ താല്പര്യം. കാരണം നിർത്തിപ്പോണം എന്ന് പറഞ്ഞാൽ അത്ര താങ്ങൂല. ഒരു ബ്രേക്ക് എടുക്കുകയാണ് കുറച്ച് നാൾക്ക്, ഒരു രാഷ്ട്രീയത്തിൽ പോകാൻ കുറച്ച് നാൾക്ക് വേണ്ടി കുറച്ച് ബ്രേക്ക്. എന്നാൽ നമുക്ക് ട്രെയിലർ കണ്ടു പകർത്തിക്കത്തിരി എന്നങ്ങനെ പറയണ കുറച്ച് ട്രെയിലർ കാണാം. നോക്കട്ടെ. பெருசு ஒரு பேர் அனுப்பிச்சிருங்க, அவன் யார் என்னன்னு விசாரிச்சு சொல்ல. சம்பவம் பண்றவன்னு கேள்விப்பட்டிருக்க, அதுல ரெக்கார்டு வைக்கிறவன்னு கேள்விப்பட்டிருக்கியா? அதான் தளபதி. തലപതി വെട്ടിക്കൊണ്ട് എന്തോ പേരാണ്, പക്ഷെ TVK അതിന്റെ ഒരു ഇതാണ് ആ ഒരു പേര് റെപ്രസെന്റ് ചെയ്യണത്. ഫസ്റ്റ് ഞാൻ ഭഗവത് കേസരി കുറച്ച് ഭഗവത് കേസരി நான் சாதாரண தான் பேபி, ஆனா செய்யற சம்பவம் சூப்பரா இருக்கும்னு சொல்லுவாங்க. അല്ല, വിജയ് ഒരു കോമൺ മാൻ, പക്ഷെ ചിന്തന ഒരു സൂപ്പർ സംഭവമായിരിക്കും. ടിപ്പിക്കൽ മാസ് മസാല മൂവി, ഒരു ഫാൻ പടം, ഒരു വിജയുടെ ഫാൻ പടം, വേറെ ഒന്നല്ല. பொண்ணுங்களுக்கு பயம் இருக்க கூடாது. விஜய புலி புலி மாதிரி படம். இந்த வருஷமாவது ஆர்மி அப்ளிகேஷன்ல ஒன்று எழுத்து போடணும். ഭഗവത് കേസരി തന്നെ. അതില് ഭഗവത് കേസരി നല്ല മമത ഒരു കുറച്ച് ബെറ്റർ ഒക്കെ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. என் பொண்ணை தொட சொன்னவன் யாரு யாரு? ഭഗവത് കേസരിയില് ലോറി ആണെങ്കിൽ ഇതില് ബൈക്കാണ്. Let's play a game. இந்தியிலிருந்த 30வது நாள் இந்தியா என் காலடியில் வந்து விழும். என்ன பிளான்? OM. ബോബി ഡിയോൾ വില്ലൻ, സാക് அழிவு. எனக்கு நார்மலா வரலாம். பாருங்க கை எப்படி நடக்குது. விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். ജനങ്ങളുടെ നായകൻ, അതാണ് ജനനായകൻ. എന്തോ ജനങ്ങൾക്ക് എന്തോ പ്രശ്നം വരാൻ പോകുന്നു, സോൾവ് ചെയ്യുന്ന നായകൻ. നായകൻ എന്നാലും പക്ഷേ വിജയുടെ അവസാനത്തെ പടം. மக்களுக்கு நல்லது பண்ற நீதிக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. மொத்த ஐயோக்கியனுமே ஒண்ணா நிக்கிறாங்க. அவங்க ஜெயிக்க கூடாது. உன்னால ஒன்றும் பண்ண முடியாது. மக்கள் அவனை கொண்டாடிக்கிட்டு இருக்காங்க. இப்போ கொன்ன கடவுளாயிருவான். ഒക്കെ TVK റെഫറൻസ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട് இருக்கு, பொலிட்டிக்ஸ் இருக்கு, மாஸ் இருக்கு, எல்லாம் இருக்கு. உயிர் தர முடியாத சிலுவையில அறையணும். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்ல. I am coming. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்குறேன். அரசியலுக்கு வரீங்க. അതിന്റെ അവസാനം വന്ന റോബോട്ടല്ലേ അത്. എന്തായാലും ജാനുവരി 9th പൊളിക്കും. അന്ന് വേറെ എവിടെയും തിയേറ്ററിൽ പോവുക, അടിച്ചു പൊളിക്കും. ഒരു വിജയര ഒരു അവസാനത്തെ ലാസ്റ്റ് ഡാൻസ് സിനിമ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു പടം വരുമെന്ന് അറിഞ്ഞൂടെ, ചിലപ്പോൾ വരുമായിരിക്കാം. ഹോപ്പ് പുള്ളിക്കാരി കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ചിലപ്പോൾ വരുമായിരിക്കാം. അതിന്റെ അവസാനത്തെ ട്രെയിലർ
ഇനി അവസാനത്തെ ട്രെയിലർ റിയാക്ഷൻ, അവസാനത്തെ ഒരു വിജയ പടത്തിന്റെ റിവ്യൂ. ഭഗവത് കേസരി കുറെ സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വേറെ പൊളിറ്റിക്സ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അവസാനം റോബോട്ടാ സംഭവമുണ്ട്. എന്തായാലും ഇപ്പൊ വിജയ പക്ക കുറെ ഡയലോഗിന്റെ റെഫറൻസ്, വിജയുടെ സാഗ് മാസ്. ഭഗവത് കേസരിയുടെ ബാലയ വിട്, അത് ബാലയ. വിജയ പുള്ളി തന്നെ സാഗ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ തിയേറ്ററിൽ പോണി. ഇതുവരെ ഉള്ള പടങ്ങളിൽ ഒരു സെലിബ്രേഷൻ മൂഡിലാണ് പോയിട്ടുള്ളത്. ഈ പടം ഒരു സെലിബ്രേഷൻ മൂഡ് പടമാണ്. അങ്ങനെ വിചാരിച്ചാണ് തിയേറ്ററിൽ പോകുന്നത് തന്നെ. ഞാൻ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗ് അല്ല, പോയിരിക്കുക, പോവുക, സെലിബ്രേറ്റ് ചെയ്യുക, കാണുക, വരിക. പുള്ളിക്കാരി അവസാനത്തെ പടത്തിന്റെ അവസാന സെലിബ്രേഷൻ അതാണ് ഈ ഒരു പടം. വേറെ ഒന്നുമില്ല, ആ എക്സ്പെക്ടേഷനും ഒന്നുമില്ല. പുള്ളിക്കാരന്റെ അവസാനത്തെ പടം പോവുകയാണ്, സെലിബ്രേറ്റ് ചെയ്യുക മാത്രമേ മൈൻഡിലുള്ളൂ. വേറെ ഇനിയും പല കാര്യങ്ങളോ മറ്റേ ഒന്നും. പക്ഷെ ഭഗവത് കേസരി കട്ടിയിൽ പ്രസന്റ് ചെയ്ത ട്രെയിലർ കട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ട്രെയിലർ കട്ട് വീട്ടിലായിട്ട് തന്നെ ഉണ്ട്. കുറച്ച് അവരെ ടെക്നിക്കലായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ഇതായിട്ട് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ പിടിക്കാം. പക്ഷെ ഭഗവത് കേസരി ഞാൻ ഫസ്റ്റ് തൊട്ടായിരുന്നു കേട്ടപ്പോ തന്നെ ഭഗവത് കേസരി മുഴുവൻ ആവരുതെന്ന് പറഞ്ഞു. ഫസ്റ്റ് കട്ടുതൊട്ടേ ഭഗവത് കേസരിയാണ്. സോ എന്തായാലും ഒരു ഹോപ്പ് ഉണ്ട് വിജയ ദിശയൊന്നും. സോ ഇതായിരിക്കും ഈ വർഷത്തെ വിജയുടെ ഒരു പടത്തിന്റെ അവസാനത്തെ ട്രെയിലർ റിയാക്ഷനും അവസാനത്തെ റിവ്യൂ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. സോ ബൈ ഗൈസ്.